ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽ ഖാഇദത്തു സാനിയ. ഒരു ഖായിദയെ പറ്റി ചർച്ച കഴിഞ്ഞു. അത് അടിസ്ഥാനപരമായിട്ടും അതിന്റെ ശാഖകളായിട്ടൊക്കെ സംസാരം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഒരു ഖായിദ ഉണ്ട്. അതെന്താണ്? അൽ യഖീനു ലാ യുസാലു ബിശക്കീന. ഉറപ്പുള്ളൊരു കാര്യം അത് സംശയം വന്നുകൊണ്ട് നീങ്ങിപ്പോവില്ല. യഖീനുണ്ടോ അതെടുക്കുക, സംശയം കളയുക. സംശയം കൊണ്ട് യഖീന് നീക്കപ്പെടാൻ പറ്റൂല. ഇതിനടിസ്ഥാനമായ രണ്ടാമത്തെ ഖായിദയാണ്. ദലീലുഹ. നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന രണ്ടാമത്തെ ഖായിദക്കുള്ള തെളിവ്. ഖായിദ ആദ്യം മനസ്സിലാക്കി വെക്കുക. സംശയം കൊണ്ട് യഖീന് നീക്കപ്പെടുക, ഇതാണ് ഖായിദ. അതിന്റെ തെളിവ് ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൊഴിയാണ്. എന്താ നബി പറഞ്ഞത്? ഇദാ വജദ അഹദുക്കും ഫീ ബത്നിഹി ശൈഅൻ ഫഅശ്കല അലൈഹി അഖറജ മിൻഹു ശൈഉൻ അം ലാ ഫലാ യഖ്റുജൻ മിനൽ മസ്ജിദി ഹത്താ യസ്മഅ സൗതൻ ഔ യജിദ റീഹൻ. അതെന്തായി? നബിതങ്ങൾ പറഞ്ഞു, അതിന്റെ സാരം ഇങ്ങനെ ഗ്രഹിക്കാം. ഒരു വ്യക്തി അയാളുടെ വയറ്റിനുള്ളിൽ എന്തൊക്കെയോ എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല തളക്കലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ വയറ്റിന്റെ ഉള്ളില്, ഗ്യാസൊക്കെ നടന്നു. അങ്ങനെ അയാളെ വലിയ സംശയം, ഇങ്ങനെ മലദ്വാരത്തിൽ കൂടെ വല്ലത് പുറത്ത് പോന്നോ ഇല്ലേ, ഇത് സംശയമാണ്. എന്നാ പിന്നെ ഇനി അവിടെ ഉള്ളത് എന്താ? ഉറപ്പില്ലല്ലോ. ഉറപ്പിപ്പോ പോന്നിട്ടില്ല എന്നാണ്. പിന്നെ സംശയം വന്നതല്ല. പള്ളിയിലാണെങ്കിൽ പള്ളിയിൽ നിന്ന് പുറത്ത് പോകരുത്. കീവായ് ശബ്ദമോ കീവാട് വാസനയോ അവൻ എത്തിക്കുന്നത് വരെ കേൾക്കുന്നത് വരെ. അപ്പൊ സംശയത്തിന് സ്ഥാനമില്ല. ആ സംശയം ദൂരീകരിക്കേണ്ടതാണ്. യഖീനിനാണ് ഇവിടെ സ്ഥാനം എന്ന് മനസ്സിലാവില്ല. ഈ ഹദീസുണ്ട്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തതാ റവാഹു മുസ്ലിം. മുസ്ലിം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തതാണ്. ആര് വഴിയുള്ള ഹദീസിലൂടെ? മിൻ ഹദീസ് അബീ ഹുറൈറ. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ടുള്ള ഹദീസിലൂടെ. ഇനി ഇതേ ഹദീസ് നമുക്ക് എടുത്തു വെക്കാം. വാസ്ലുഹും, ഇതിന്റെ അടിസ്ഥാനം സ്വഹീഹൈനി. ബുഖാരി മുസ്ലിമിൽ കാണുന്നത് ഇന്ദ അബ്ദുല്ലാഹിബ്നു സയ്യിദ്, അബ്ദുല്ലാഹിബ്നു സയ്യിദ് തങ്ങളെ അടുക്കൽ ഉള്ള ഹദീസ് ശൈഖൈൻ കാണുന്നത് അസ്ലി ഇങ്ങനെയാണ്. ഖാല അബ്ദുല്ലാഹിബ്നു സയ്യിദ് തങ്ങൾ പറയുന്നു, സുഖിയ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അർറജുലു. ഒരാൾ നബിയുടെ അടുത്ത് വന്നിട്ട് അന്യായം പറഞ്ഞു. എന്താണ് അന്യായം? യുഖയ്യലു ഇലൈഹി അന്നഹു യജിദു ശൈഅ ബിസ്സലാത്തി. നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിൽ എന്തോ എത്തുന്നു എന്നൊരു തോന്നൽ അവനുണ്ടാകുന്നുണ്ട്, ഒരു വസ്വാസ. അവ വയറ്റിന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാവും. അപ്പൊ നിസ്കരിക്കുമ്പോ ഇങ്ങനെ പുറത്തു പോന്നോ ഇല്ലേ, ഒരു വസ്വാസ. ഇതുമല്ല നമസ്കാരത്തിൽ ഉണ്ടാവുന്നില്ല നബിയെ എന്നപ്പോ അയാൾ അന്യായം. കാല. അപ്പൊ അതിന് നബി തങ്ങൾ കൊടുത്ത മറുപടി ലാ യൻസരിഫ് ഹത്താ യസ്മഅ സൗതൻ ഔ യജിദ റീഹൻ. ഒന്നിരിക്കൽ വാസന അവൻ അനുഭവിക്കണം, അല്ലെങ്കിൽ ശബ്ദം കേൾക്കണം. ഇത് രണ്ടും ഉണ്ടാവുന്നത് വരെ പുറത്തു പോകരുത്. ഉണ്ടായിട്ടേ നമസ്കാരത്തിൽ പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ എന്താണ് അടിസ്ഥാനപരമായി? മറ്റത് വേറെ രീതിയാണെങ്കിൽ അസ്ലി ഇങ്ങനെയാണ് ബുഖാരി മുസ്ലിമിലുള്ളത്. നേരത്തെ പറഞ്ഞത് മുസ്ലിമിലുള്ളത് മാത്രം. ഹദീസ് അബൂ ഹുറൈറ തങ്ങൾ തൊട്ടാണെങ്കിൽ ഇവിടെ ഹദീസ് അബ്ദുല്ലാഹിബ്നു സയ്യിദ് തങ്ങൾ തൊട്ടാണ്. അപ്പൊ രണ്ടും ലഫ്ദ് വ്യത്യാസമുണ്ടെങ്കിൽ ആശയം ഒന്നാണ്. ഗഫിൽ ബാബി, ഇതേ ബാബിൽ തന്നെ കാണാം. അൻ അബീ സഈദ് അൽ ഖുദ്രി വഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ വറവാ മുസ്ലിമുൻ അൻ അബീ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഖാല. അബീ സഈദ് അൽ ഖുദ്രി തങ്ങൾ പറയാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, ഇദാ ശക്ക അഹദുകും ഫീ സലാത്തിഹി ഫലം യദ്രി കം സല്ല അസലാസൻ അം അർബഅൻ ഫല്യതറഹി ശക്ക വൽയദിൻ അലാ വസ്തൈഖല. ഒരാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്,
നമസ്കാരത്തിൽ അയാൾക്ക് സംശയം, എത്ര നിസ്കരിച്ചെന്ന് അറിയുന്നില്ല, 3 ആണോ 4 ആണോ എന്ന് സംശയം. അപ്പൊ ളുഹ്ർ അസ്ർ നിസ്കരിക്കുകയാണ്, ഇത് 3 ആണോ നിസ്കരിക്കുന്ന റക്അത്ത്, അത് 4 ആണോ? ഇങ്ങനെ നമസ്കാരം സംശയം വന്നാൽ എന്താണ് അതിന്റെ പ്രതിവിധി? നബിയാണ് പറയേണ്ടത്. ഹാക്കിമി നബിയുള്ള ഷാരിയായി. അപ്പൊ നബി നിങ്ങളോട് പറഞ്ഞ വാക്ക്, ആ സംശയം കളയാം. സംശയം കളഞ്ഞിട്ട് എന്താണോ അവൻ ഉറപ്പെങ്കിൽ അതിന്മേലെടുക്കുക എന്ന്. അപ്പൊ ഉറപ്പിനാണ് സ്ഥാനം, സംശയത്തിന് സ്ഥാനമില്ല. അപ്പൊ 3 ഉറപ്പിച്ച് അതെടുക്കുക, അല്ല 4 ഉറപ്പിച്ച് അതെടുക്കുക, സംശയം കളയുക. ആ 3 ഉറപ്പിച്ചുറക്കുക, അത് നിസ്കരിക്കുക. ഇതാണ് പോടെ മസ്അല എന്നാണ് ഈ ഹദീസ് കൊണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ 3 ഹദീസ് വായിക്കുമ്പോൾ മനസ്സിലാക്കാം, സംശയത്തിന് ഇവിടെ സ്ഥാനം കൊടുക്കുന്നില്ല, നിസ്കാരം ബാത്തിലാക്കേണ്ടതില്ല, ഒന്നും മുറിയുകയില്ല, സംശയം കളഞ്ഞുകൊണ്ട് ഉറപ്പുമെടുക്കുക എന്നാണ്. ഇനി വേറെ റിപ്പോർട്ട്, ഇവിടെ നമ്മൾ ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ 3 ചർച്ച ചെയ്തത്. ഹദീസ് 3 എണ്ണം. തുർമദി അൻ അബീദുർ റഹ്മാൻ ബിൻ ഔഫ്. തുർമദി ഇമാം സിഹാഹിൽപ്പെട്ട ആളാണല്ലോ തുർമദി ഇമാം. സഹാനവറുകൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളെ തൊട്ട് നിവേദനം. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ പറയാണ്, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. എന്താ നബിയുടെ മൊഴി? ഇദാ സഹ അഹദുക്കും ഫീ സ്വലാത്തിഹി ഫലം യദ്രി വാഹിദുൻ സല്ല അം ഇത്നതൈനി ഫഇൻ ലം യദ്രി അസലാസൻ സല്ല അം അർബഅൻ ഫല്യബിൻ അലാ വാഹിദത്തിൻ ഫഇൻ ലം യതയഖൻ സല്ല ഇത്നതൈ സല്ല. ആ സലത്തൈനി അപ്പോൾ ഉറപ്പൊന്നുമില്ല, പിന്നെ സല്ല ആ സലത്തൈനി അം സലാസൻ ഫല്യബിൻ അലഫ്നത്തൈനി ഫഇൻ ലം യദ്രി അസലാസൻ സല്ല അം അർബഅൻ ഫല്യബിൻ അലാ സലാസിൻ വൽയസ്ജുദ് സജദതൈനി ഖബ്ല അൻ യുസല്ലിമാ എന്നാണ്. ഈ ഹദീസിൽ കാണുന്ന ഇപ്പൊ എന്താണ്? നബി തങ്ങൾ പറയുകയാണ്, നിങ്ങളിൽ നിന്നും ഒരാൾ നമസ്കരിക്കുമ്പോൾ നമസ്കാരത്ത് മറന്നുപോയി. 1 റക്അത്താണ് നിസ്കരിച്ചത്, 2 റക്അത്ത് നിസ്കരിക്കുമെന്ന് അറിയുന്നില്ല, 3 ആണോ 4 ആണോ നിസ്കരിക്കുന്നത് അറിയുന്നില്ല. ഇങ്ങനെ വരികയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? 1 റക്അത്തിന്റെ മേലെടുക്കുക, എന്നിട്ട് ബാക്കിക്കരിക്കുക. ഇനി 2 ആണോ 4 ആണോ നിസ്കരിച്ചതെന്ന് ഉറപ്പില്ല, ഇന്ന് അവിടെ 2 റക്അത്തിന്റെ മേലെടുക്കുക, 3 തല്ല. ഇനി 3 ആണോ 4 ആണോ നിസ്കരിച്ചതെന്ന് അറിയുന്നില്ല, എന്നാൽ അവിടെ വരുമ്പോ എന്ത് ചെയ്യണം? 4 ഒഴിവാക്കിയിട്ട് 3 എടുക്കുക, എന്നിട്ട് പൂർത്തീകരിക്കുക. മറവി വന്നു, അതിന് പരിഹാരം സലാം വീട്ടുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? 2 സുജൂദ് ചെയ്യുക. ഇതാണ് തുർമുദി ഇമാം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളെ തൊട്ടുള്ള നിവേദനത്തിൽ പറയും. അപ്പൊ ഈ ഹദീസിൽ വ്യക്തമായപ്പോ എന്താ? സംശയത്തിന് സ്ഥാനം എന്നല്ല, ഉറപ്പുമെടുക്കുക. സൈവിന്റെ സുജൂദ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് നമ്മൾ തെളിവെന്താന്ന് ചോദിച്ചാല്, യഖീൻ അവിടെ നിലനിർത്തി സംശയത്തെ കളയും. അല്ല, സംശയം വന്നതുകൊണ്ട് യഖീനെ കളയാൻ പറ്റുകയില്ല. ഇതാണ് ഇപ്പൊ ഹദീസിലൂടെ വ്യക്തമാക്കി തന്നത്. ഇനി നമുക്ക് ചർച്ചയിലേക്ക് വരാം. ഇൽം, നീ അറിയുക, അന്ന ഹാദിൽ ഖായിദത, നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ഈ 2ാമത്തെ ഖായിദ, തദ്ഖുലു ഫി ജമീഅ അബ്വാബിൽ ഫിഖ്ഹി, കർമ്മപരമായി വരുന്ന ഏതെല്ലാം വിഷയങ്ങളുണ്ടോ അതിന്റെ അധ്യായങ്ങൾ മുഴുവത്തിലും ഈ പറയുന്ന ഖായിദ വരുന്നുണ്ട്. വൽ മസായിലുൽ മുഖറജതു അലൈഹ, ഈ ഖായിദക്ക് അനുസരിച്ചുകൊണ്ട് പുറപ്പെടുവിക്കപ്പെട്ട മസ്അലകള് നോക്കുമ്പോ തബിലു സലാസത്ത അർബായിൽ ഫിഖ്ഹി വാക്തറ, കർമ്മശാസ്ത്രപരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന കിതാബുകളില് 4ആയി ഭാഗിച്ചാൽ ആ 3 ഭാഗത്തിന്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്, 3ഓ അതിൽ കൂടുതൽ എത്തിയിട്ടുണ്ട്. 4ആയി ഭാഗിച്ചാൽ അതിന് 1 എടുക്കുക, അതിനെ 3ആയി ഭാഗിച്ചാൽ ആ 3 ഭാഗത്തിന് അതിനപ്പുറം വന്നിട്ടുണ്ട്. ഓരോ സറത്തുഹാഹുന, അതെല്ലാം ഞാൻ ഇവിടെ തഹ്രീജ് ചെയ്ത മസ്അല മുഴുവൻ ഇതേ ഖായിദ പ്രകാരം ചർച്ച ചെയ്ത് കൊണ്ടുവന്നാൽ, ഈ കിതാബ് കൊണ്ടുവന്നാൽ തോലശറവ്, അതിന്റെ വ്യാഖ്യാനം നീണ്ടുപോകും. അവർ മുഴുവൻ ഞാൻ പറയുന്നില്ല. വലാകിന്നി അസൂഖു മിന്ന ജുംലത്തൻ സ്വാലിഹത്തൻ, ഏതായാലും എല്ലാം പറയുന്നില്ല, എന്നിരുന്നാലും പറ്റുന്ന ജുംലകളൊക്കെ കൂട്ടങ്ങൾ ഇവിടെ ഞാൻ പറയാം. അപ്പോഴും ഞാൻ പറയാണ്, എന്തരിജൂബി ആദിൽ ഖായിദത്തി, നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടുന്ന 2ാം ഖായിദ, ഈ 2ാമത്തെ ഖായിദയിൽ പ്രവേശിക്കുന്നതാണ് ഉദ്ദത്തു ഖവായിദ.
ഒരുപാട് ഇദ്ദകൾ എന്ന് പറഞ്ഞാൽ എണ്ണം, ഒരുപാട് കായിക വരും. അപ്പൊ ഈ രണ്ടാമത് കായിക വെച്ച് ചർച്ച ചെയ്താൽ തന്നെ കായിക ഇഷ്ടം പോലെ കിട്ടുന്നു. മിൻഹ ഒരുപാട് കായികൾ വരുമ്പോൾ ആ കായികയിൽ പെട്ടതാണല്ലോ ഖൗലുഹും ഫുഖഹാക്കൾ പറയുന്ന വാക്ക്, അല്ലെങ്കിൽ പണ്ഡിതന്മാർ പറയുന്ന മൊഴി, അൽ അസ്ലു ബഖാഉമാകാന അലാമാകാന. എന്താ അടിസ്ഥാനം? ഉണ്ടായത് എങ്ങനെയാണോ അത് ഉള്ളതിന്റെ മേൽ തന്നെ നിർത്തുക, അതിന് വാർപ്പൊന്നും പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ വരുമ്പോൾ ഉദാഹരണം പറയണം. ഫമിൻ അംസരതി ദാലിക, രണ്ടാം കായികയിൽ ഒരുപാട് കായിക വരുമ്പോൾ ആ കായിക ഉള്ളത് എങ്ങനെയാണോ അതുപോലെ തന്നെ എടുക്കാൻ അസല് പറഞ്ഞു. അതിന്റെ ഉദാഹരണത്തിൽ പെട്ടതാണ് ഒന്നും ഉണ്ടെന്ന് ഉറപ്പാണ്, പിന്നെ ഒന്നും മുറിഞ്ഞോ ഇല്ലേ എന്ന കാര്യത്തിൽ സംശയമാണ്. ഉണ്ടെന്ന് ഉറപ്പുണ്ട്, മുറിഞ്ഞോ എന്ന കാര്യത്തിൽ സംശയം. അങ്ങനെ വരികയാണെങ്കിൽ ആ സംശയം കളഞ്ഞവിടെ തെക്കീനെന്താ ത്വഹാറത്തുണ്ടെന്നല്ലേ, അത് പിടിക്കുമ്പോൾ പോകുമ്പോഴത്തേക്കും അവ ശുദ്ധിയുള്ളവനായി ഒന്നും ഉണ്ടാക്കണ്ട. അല്ലെങ്കിൽ ലൗ തയക്കനബിൽ അജത്തി ശക്കബി ത്വഹാറ്, തിരിച്ചും വരാലോ. അശുദ്ധി ഉണ്ടായെന്ന് ഉറപ്പാണ്, പിന്നെ ശുദ്ധി ഉണ്ടാകിയോ അല്ലേതിന് സംശയം വന്നു, പിന്നെ ശുദ്ധി ഉണ്ടാകുന്ന സംശയത്തെ കുറിച്ച് കളയാം, അശുദ്ധിയിൽ അതിന് ഉറപ്പെടുക്കുക. അങ്ങനെ വരുമ്പോ പോകും മുഹദ്ദിസുൻ, അവൻ ഒന്നില്ലാത്തവനാണ്. ഇങ്ങനെയാണ്. ഇനി വമിൻ ഇത് അടിസ്ഥാനപരമായി സംസാരിച്ചതാണ്. ഇനി വമിൻ പോയി ഷക്കിബിൽ അനസി, അശുദ്ധിയിൽ വരുന്ന സംശയമുണ്ട്. ആ സംശയത്തിനെ കുറിച്ച് ചർച്ച ചെയ്തല്ലോ. ആ ചർച്ചയിൽ ശാഖകളുണ്ട്. ആ ശാഖയിൽപ്പെട്ടതാണ് എന്ത്? ഐ യശുക്ക ഹൽ നാമ ഔനൈസ, ഉറങ്ങിക്കുകയാണോ അതോ തൂങ്ങി ഉറങ്ങിക്കുകയാണോ? തൂങ്ങി ഉറങ്ങിയ ഉറക്കം മുറിയൂല, അല്ല ഒന്നും മുറിയൂല. ഉറങ്ങിക്കണമെങ്കിലോ ഒന്ന് മുറിഞ്ഞു, ഇങ്ങനെ സംശയിച്ചു. അല്ലെങ്കിൽ മാർ ആഹു റുഇയൻ, അല്ലെങ്കിൽ ഔ മാർ ആഹു റുഇയൻ, അവൻ കണ്ടുകൾ സാധനം അത് സ്വപ്നമാണോ എന്ന് സംശയം. അല്ലെങ്കിൽ ഔ അദീസ നഫ്സിൻ, അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിലൊന്ന് വർത്തമാനമാണോ അല്ലെങ്കിൽ കണ്ടതാണോ, ഇങ്ങനെ സംശയം വന്നു. അല്ലെങ്കിൽ ഔ ലമസ മുഹരിമൻ മഹറമൻ ഔ വൈറഹു, വിവാഹബന്ധം അറാമായ ഉമ്മ സഹോദരി പോലെയുള്ള ആൾക്കാരെയാണോ തൊട്ടത്, അതോ മറ്റൊരു പെണ്ണിനെയാണോ തൊട്ടത്? അല്ല ഔ റജുലൻ ഇംറഅതൻ, ഒരാണിനെയാണോ പെണ്ണിനെയാണോ തൊട്ടത് സംശയിക്കുക. ഔ ബശറൻ ഔ ഷയറൻ, മുടിയാണോ തൊലിയാണോ സംശയം. ഔ ഹൽ നാമ മുവക്കിൻ ഔല, ഉറങ്ങിയത് ഉറപ്പാണ്, പക്ഷെ സൗകര്യപ്പെടുത്തിയിട്ടാ ഉറങ്ങിയത് അല്ലാതെയാണോ സംശയം. അല്ലെങ്കിൽ ഔ സാലത്ത് ഹിദ ഇല്ലതൈഹി, അവൻ ഉറങ്ങിയിട്ടുണ്ട്, രണ്ട് ചന്തി ആ സ്ഥലത്ത് നീങ്ങിയോ സംശയം. അങ്ങനെ വശക്കാൻ സംശയിച്ചു. ഹൽ കാന ഖബല യഖ്ലത്തി ബഅദഹ, ആ നീങ്ങിയത് ഉണരുന്നതിന് മുമ്പോ ഉണർന്ന ശേഷമോ, ഇങ്ങനെ സംശയം വന്നു. അവ മസ്സൽ ഖുൻസ അഹദ ഫർജഹി, രണ്ട് ലിംഗങ്ങളിലാണുള്ള ഖുൻസ, നമ്പൂഷകൻ, അവൻ തൊട്ടിട്ടുണ്ട്. തൊട്ടത് പെൺലിംഗത്തെയാണോ ആൺലിംഗത്തെയാണോ സംശയം. സുമ്മ മസ്സ മറൻ സാനിയ, പിന്നെ രണ്ടാമത് തൊട്ടു. തൊട്ടിട്ട് ശക്ക സംശയിച്ചു. ഹൽ മംസൂസു സാനിയൻ അൽ അവല അവൽ ആഖിറ, രണ്ടാമത് തൊട്ട സാധനം അത് ആദ്യത്തേതാണോ അല്ല അവസാനത്തേതാണോ? ഇങ്ങനെയൊക്കെ സംശയങ്ങൾ വരും. ഈ സംശയമൊക്കെ ദൂരീകരിച്ച് യഖീൻ എന്താണോ എടുക്കാന്ന് അർത്ഥം. ഒമിൻ ദാലിക, ആ ശാഖയിൽപ്പെട്ടതാണ് അദ്മുൻ നഖ്ലി ബിമസ്സിൽ ഖുൻസ, ഖുൻസ തൊടലുകൊണ്ട് ഒന്ന് മുറിയാതിരിക്കരുത്. അല്ലെങ്കിൽ ഔ ലംസിഹി, അതിൽ അവൻ തൊടലുകൊണ്ട് ഒന്ന് മുറിയാതിരിക്കരുത്. അവ ജമാഅത്തിന് അല്ലെങ്കിൽ സംഘത്തെ തൊട്ടാൽ ഒന്ന് മുറിയാതിരിക്കരുത്. ഇതൊക്കെ ശാഖയിൽ വരുന്ന ഒന്ന്. ഒബിന്ദാലിക്ക, ആ ശാഖയിൽപ്പെട്ടതാണ് മസ്അലത്തിനൊരു മസ്അല. മൻ തയഖന ത്വഹാറത വൽ അദസ വശക്ക ഫി സാബിഖി, ശുദ്ധി ഉണ്ടെന്നും ഉറപ്പാണ്, അശുദ്ധി ഉണ്ടെന്നും ഉറപ്പ്, രണ്ടും ഉറപ്പാണ്. പക്ഷെ ഏതാണ് ആദ്യം ഉണ്ടായത്? സംശയം. അശുദ്ധിയാണോ ശുദ്ധിയാണോ സംശയമാണ്. എന്നാൽ എന്താ ഇവിടെ മസ്അല അസഹ്, അഭിപ്രായമുണ്ട്. മുഅ്തമദ് അന്നഹു യുഅ്മറു ബിത്തദക്കുരി ഫീമാ ഖബലഹുമാ, ഓനോട് കൽപ്പിക്കപ്പെടുക അശുദ്ധിയും ശുദ്ധിയും ഉണ്ടെന്ന് ഉറപ്പിച്ചു. അത് രണ്ടിന്റെയും മുമ്പുള്ള അവസ്ഥ എന്തായിരുന്നു?
അത് ആലോചിച്ചേക്ക് എന്ന് പറയാം. അങ്ങനെ ഒരു ആലോചിച്ചു. ഭയങ്കര മൊയ്തിസൻ, ഇത് രണ്ടിന്റെയും മുമ്പ് അവൻ അശുദ്ധിക്കാരനായിരുന്നു എന്ന് വന്നാൽ ഓഹോ അൽ ആന മൊത്തത്തോ ഇപ്പൊ ഒന്നും ഉണ്ടാക്കിയ ആളായി, അപ്പൊ ശുദ്ധിയുള്ള ആളായി. കാരണം ആ ആദ്യം ഉണ്ടായ അശുദ്ധി ഉണ്ടല്ലോ, ആ അശുദ്ധിക്ക് ശേഷം ശുദ്ധി ഉണ്ടാക്കിയതിന് ഉറപ്പാണ്. പിന്നെ കാലിക, പിന്നെ ആ ശുദ്ധി ഉണ്ടാക്കി ആ ത്വഹാറത്ത് മുറിഞ്ഞോ ഇല്ല എന്ന കാര്യത്തിലാണ് സംശയം. കാരണം രണ്ടാമതൊരു അശുദ്ധി ഉണ്ടായിട്ടുണ്ട്. ആ അശുദ്ധി ഇവിടെ ഒന്നുണ്ടാക്കുന്നതിന് മുമ്പുണ്ടായതാണോ അല്ലെങ്കിൽ ത്വഹാറത്തിന്റെ ശേഷം ഉണ്ടായതാണോ എന്നത് അറിയുന്നില്ല. അതുകൊണ്ടാണ് മുറിയുന്നതിലാണ് സംശയം വന്നത്. ആദ്യം അശുദ്ധി ഉറപ്പാണ്, പിന്നെ ശുദ്ധി ഉണ്ടാക്കിയെന്ന് ഉറപ്പാണ്. അങ്ങനെ വരുമ്പോ അങ്ങനെയാണ് ഈ വൈകാന മൊത്തത്തൊക്കിരൻ. ഇനി ഇവിടെ രണ്ട് അശുദ്ധിയുടെയും ശുദ്ധിയുടെ മുമ്പ് അവൻ ശുദ്ധിയുള്ളവനായിരുന്നു എന്ന് വന്നാൽ എന്താ ഞാൻ നോക്കേണ്ടതുണ്ട്. വൈകാന എഴുത്താത് തജിദീദ, അവൻ ഒന്ന് പുതുക്കിയുണ്ടാക്കുന്ന ആളാണെങ്കിൽ, മുറിയാത്ത ഒരാളാണ്, പുതുക്കിയുണ്ടാക്കുന്ന ആൾ എങ്കിൽ പോഹവൽ ആൻ, ഇപ്പോൾ അവന്റെ അവസ്ഥ മുഹദ്ദിസൻ, അവൻ അശുദ്ധിക്കാരനാണ്. കാരണം ഈ അന്നവു തയക്കന ഹദസൻ ബഅദ തിൽക ത്വഹാറത്തി, ആ ശുദ്ധി ഉണ്ടെന്ന് ഉറപ്പാണല്ലോ. ആ ശുദ്ധിക്ക് ശേഷം ഇവിടെ അശുദ്ധി ഉണ്ടെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ അശുദ്ധിക്കാരനാണ്. പിന്നെ സംശയം സവാലിഹി, ആ ഹദസ് നീങ്ങിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ് സംശയം. എന്നാൽ അതുകൊണ്ടാണ് ഇപ്പൊ അശുദ്ധിക്കാരൻ പറഞ്ഞത്. എന്താ കാരണം അന്നകുല എതിരി, അവൻ അറിയുന്നില്ല അലിത്വഹാറത്ത് സാനിയത്ത് മുതാഖിറത്തൻ അന്നു അംല, അശുദ്ധിയെ തൊട്ട് രണ്ടാമത് ശുദ്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ആ അശുദ്ധിയെ തൊട്ട് തിന്റിയതാണോ മുന്തിയതാണോ അറിയുന്നില്ല. അതെങ്ങനെ അറിയാതെക്കല്? വാലിൻ ബൈനത്വഹാറത്തേനി, രണ്ട് ശുദ്ധിക്കിടെ തുടരെ വരിക. അങ്ങനെ വരുമ്പോഴാണ് ഈ സംശയം വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈ മസാലയിൽ അവൻ ഇപ്പോൾ അശുദ്ധിക്കാരനാണ്, നേരത്തെ പറഞ്ഞ മസാല അവൻ ശുദ്ധിക്കാരനുമാണ്. ഇനി നദീർ താലിക്ക, നദീർ വരാലോ. അപ്പറഞ്ഞ നദീർ നോക്കാം. മാലോ അലിംന ലി സൈദിൻ അലാ അംറിൻ അൽഫൻ, അംറ് സൈദിന് 1000 ഉറുപ്പിക കൊടുക്കാണ്ട് നമുക്കറിയാം. അങ്ങനെ കാമ അംറും ബയ്യിനത്തമ്പിൽ ലതായി അവൻ ഇബ്രാഹിം, അംറ് പറയുന്നു ഞാനത് വീട്ടിയിട്ടുണ്ട് എന്ന് തെളിവ് താറും, അല്ലെങ്കിൽ അവൻ എന്നെ കടം തരണ്ട, ഞാൻ പൊരുത്തപ്പെട്ടത് പറഞ്ഞിട്ടുണ്ടെന്ന് അംറ് തെളിവ് നടത്തി. അക്കാമ സൈദുൻ, അപ്പൊ സൈദ് ഇറക്കിയത് ബയ്യനത്താൻ, ഒരു ബയ്യനത്തിനെ നിർത്തി സാക്ഷി തെളിവ്. അന്ന അംറ്, നിശ്ചയമായിട്ട് അംറ് അഖറ ലഹു ബി അൽഫിൽ മുത്ലഖ്, നിരുപാധികമായിട്ട് പറയട്ടെ സൈദിന് അംറ് 1000 കൊടുക്കാനുള്ള സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ലൻ യസ്ബുത് ബി ഹാദിഹിൽ ബയ്യനത്തി ശൈഉൻ, ഇങ്ങനെ ബയ്യനത്ത് നിർത്തിയാൽ ഈ ബയ്യനത്ത് കൊണ്ടൊന്നും ഒരു കാര്യം സ്ഥിരപ്പെടാൻ പോകുന്നില്ല എന്നാണ് പറയാനുള്ളത്. ലാലി ഇഹ്തിമാലി അന്നൽ അൽഫല്ലദി അഖറ ബിഹി ഹുവൽ അൽഫുല്ലദി അലിംനാ വുജൂബഹു വഖാമത്തിൽ ബയ്യനത്തു ബി ഇബ്രാഹിഹി അഫലാ നുസ്തരു ദിമ്മത്തുഹു ബിൽ ഇഹ്തിമാൽ. നമ്മളിവിടെ സാധ്യത വെച്ചുകൊണ്ട് പറയല്ല. എന്താ സാധ്യത? ഇവൻ അംറ് സൈദിന് കൊടുക്കാനുണ്ടെന്ന് സമ്മതിച്ച 1000, അത് അംറ് വീട്ടിൽ നിർബന്ധമായതാണെന്ന് നമ്മൾ 1000 തന്നെയാണ്. പക്ഷെ ഇവിടെ കുഴപ്പമെന്താണ്? അംറ് ഇവിടെ ബയ്യനത്തിന് നിർത്തി, ബയ്യനത്ത് പറയുന്നു സൈദ് അംറിന് പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഇഹ്തിമാൽ. ഈ ഇഹ്തിമാൽ നോക്കിയിട്ടല്ല നമ്മൾ സംസാരം. അപ്പൊ പിന്നെന്താണ്? അംറിന്റെ ഉത്തരവാദിത്വം നമ്മൾ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ജോലിയാക്കാൻ പറ്റൂല. അങ്ങനെയാണ്. ഇനിയോ ഫോർവേഡ് വേറൊരു ശാഖ പറയട്ടെ. ഫിൽ ബഹരി, ബഹറിൽ കാണാം അനാ ഖൗലിന യഖുദു ബിൽ ലിദ്ദി, ലിദ് കൊണ്ട് പിടിക്കണം എന്ന് നമ്മളെ വാക്കുണ്ടല്ലോ, ആ വാക്കിന്റെ മേലിൽ എടുത്തിട്ട് ബഹറിൽ ഫറഅൻ നസന, നല്ലൊരു ഫറ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓഹോ, എന്താണ് നല്ലൊരു ശാഖ? മാ ഇദാ ഖാല അറഫ്തു ഖബല ഹാതൈൽ ഹാലതൈനി അദതൻ വതുഹറൻ അയ്ളാം. ഇവിടെ രണ്ടവസ്ഥ ഉണ്ട്, ശുദ്ധി അശുദ്ധി. ഈ രണ്ട് സംഗതിക്ക് മുമ്പ്
ഞാൻ ശുദ്ധിയുള്ളവരാണെന്നും അശുദ്ധിയുള്ളവരാണെന്നും അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ വല അതിരി അയ്യുഹുമസാബിഖു, അശുദ്ധിയാണോ ശുദ്ധിയാണോ ഏതത് മുന്നിൽ വന്നത് അതെനിക്കറിയുന്നില്ല. അപ്പൊ കാല അത് ബഹറിൽ പറയുന്നത് എന്താ, അത് രണ്ടിന്റെയും മുമ്പുള്ള അവസ്ഥ എന്താ നിൽക്കുക, അതെടുക്കുകയാണ്. ഇപ്പോഴാ അശുദ്ധിയും ശുദ്ധിയും ഉറപ്പിച്ചു, ഇത് രണ്ടിന്റെ മുമ്പുള്ള അവസ്ഥ എടുത്തു. അപ്പോഴും പറയുന്നത് എന്താണ്, അശുദ്ധി ശുദ്ധി ഉണ്ടെന്ന് ഉറപ്പാണ്, പക്ഷെ ഏതാ മുന്നിൽ വന്നതെന്ന് അറിയൂല. എന്നാൽ നീ പിന്നെ അത് ഈ പറഞ്ഞ രണ്ടിന് മുമ്പുള്ള അവസ്ഥ നോക്കുക, അതെടുക്കുക. എന്നിട്ട് ഒരു മുമ്പ് പറഞ്ഞ നേരെ മാറ്റമായിട്ട് അതെന്താണോ അത് നോക്കിയിട്ട് നമ്മൾ പിടിക്കും. ഇതാണ് മസാല പറയാനുള്ളത്. ഓഹുവ പിന്നെ ഈ പറഞ്ഞത് യഥാർത്ഥത്തിൽ ആദിയിൽ ആരത്തി ആ ഒരു അവസ്ഥ ഉണ്ടായപ്പോ ആ അവസ്ഥക്ക് നേരെ വിരുദ്ധമായിട്ടല്ല നമ്മൾ പിടിക്കുന്നത്. അതാണ് ലദ്ദുകൊണ്ട് പിടിക്കുന്ന കൗലമേൽ ബഹർ നല്ലൊരു ഫറ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞത്. ഹാലബുൽ ഖാദിമി, ഖാദിമിൽ പറയുന്നു വൽ ഹാസിൽ ആകെ ടോട്ടല് പറഞ്ഞാല് അന്നൂറിൽ ഔത്താരി ഒറ്റ കാര്യങ്ങളിൽ യൗഹുദുബിദിമാ കബലു, ഇത് ഇരട്ടയുടെ വന്നത് ഒറ്റയല്ല. ഒറ്റയിലാണെങ്കിൽ അതിന്റെ മുമ്പുള്ള എന്താണോ അത് നേരെ പിടിക്കാം. ഓഫിൽ അഷിഫ ഇരട്ടകളിൽ യൗഹുദു വിസിലിഹി അതുപോലത്തോണ്ട് പിടിക്കണം എന്ന്. അവിടെ ഒറ്റ വരികയാണെങ്കിൽ ഇപ്പൊ അശുദ്ധി ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത് ഒറ്റയാണല്ലോ. അപ്പൊ അതിന്റെ മുമ്പുള്ള എന്താണ് ശുദ്ധി ഉണ്ടെന്ന് ഉറപ്പാണ്, അതോട് പിടിക്കും. ശക്ക ഫിത്താഹിരി അൽ മുഗയ്യിരി ലിൽ വായ, വെള്ളത്തെ പകർച്ചയാക്കിയതായി ശുദ്ധിയുള്ള വെള്ളം അതിൽ സംശയിച്ചത് അൽഹുബ കലീലുൻ ഔ കസീറുൻ, ഈ പകർച്ചയാക്കുന്ന അധികമുണ്ടോ, പകർച്ചയായ വെള്ളം അധികമുണ്ടോ കുറവാണോ. ഫൽ അസ്ലു ബഖാഉ തഹൂരിയത്തി, എന്നാ ഇവിടെ സംശയിക്കാനൊന്നുമില്ല, അത് കളയുക. എന്താ പിന്നുള്ളത്, അത് തൊഹൂറായിരിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനം എടുക്കും. അഹ്റാമിൽ ഉംറത്തി, ഉംറോണ്ട് ഇറാൻ കെട്ടി. സുമ്മബിൽ ഹജ്ജ്, പിന്നെ ഹജ്ജോണ്ട് ഇറാൻ കെട്ടി. എന്നിട്ട് വശക്ക ഇഹ്റാം മുഹരിം സംശയിക്കുകയാണ്. അൽക്കാന അഹ്റാമിൽ ഹജ്ജ് ഖബ്ല തവാഫിഹ, തവാബ് ചെയ്യുന്നതിന്റെ മുമ്പാണോ, ഉംറന്റെ തവാബുണ്ടല്ലോ അതിന്റെ മുമ്പാണോ ഹജ്ജോട് ഇറാൻ കെട്ടിയെന്ന് സംശയമാണ്. എന്നാ എന്താ മസലവ യക്കൂർ സ്വഹീഹൻ, ആ സംഭവം ശരിയാവുകയാണ്. ഔ ബാദഹു, തവാബിന്റെ ശേഷമാണ് ഇറാൻ കെട്ടിയതെന്ന് വന്നാലോ യക്കൂന് ബാത്തിലൻ, അപ്പൊ സംഭവം ബാത്തിലായല്ലോ. ഇങ്ങനെ വരുമ്പോ മുഖ്യമ ബിസിക്കത്തി, ആ ഹജ്ജ് ശരിയാണ് എന്നതുകൊണ്ട് ഈ മസല പിടിക്കപ്പെടാം. ഖാലൽ മാവറദിയോ, അവിടെ മാവറദി തങ്ങൾ പറയുന്നത് അന്നൽ അസ്ല ജവാദുൽ ഇഹ്റാമിൽ ഹജ്ജ്, ഇഹ്റാം കൊണ്ട് അല്ല ഹജ്ജ് കൊണ്ട് ഇഹ്റാം കെട്ടാൻ പറ്റും എന്നുള്ളതാണ് അടിസ്ഥാനം. അത്തായത്തയക്കനോ കാന ബഅദഹു, ആ ഇഹ്റാം കെട്ട് തവാബിന്റെ ശേഷമാണ് എന്ന് ഉറപ്പിക്കുന്നത് വരെ ഇഹ്റാം കെട്ട കുഴപ്പമില്ല. ഖാല, എന്നിട്ട് മാവറദിമാൻ പറയാണ് ഓഹുവ, ഈ പറയുന്ന മുഹരിം ഏതുപോലെയായി, കമൻ തസവ്വജ, കല്യാണം കഴിച്ചു, അഹ്റമ, ഓൻ ഇഹ്റാം കെട്ടി, വലം യദ്രി, അവൻ അറിയുന്നില്ല, ഹൽ അഹ്റമ ഖബ്ല തസ്വീജിഹി ഔ ബഅദ, കല്യാണം കഴിച്ചതിന് ശേഷമാണോ മുമ്പാണോ ഇഹ്റാം കെട്ടിയത് അറിയുന്നില്ല. എന്നാൽ എന്താ പറയാനുള്ളത്, ഇന്ന ഷാഫിഅ, അവിടെ ഇമാം ഷാഫി തങ്ങൾ നസ്സാല സിഖത്ത് നിക്കാഹി, അവൻ ചെയ്ത നിക്കാഹ് എന്താണ് അവിടെ ശരിയാണ് എന്നാണ് ഇമാം ഷാഫി പറഞ്ഞത്. കാരണം അന്നൽ അസ്ല അദ്മുൽ ഇഹ്റാമി, അടിസ്ഥാനപരമായി ചിന്തിക്കുമ്പോൾ അവിടെ ഇഹ്റാം കെട്ടൽ ഉണ്ടായിട്ടില്ലല്ലോ. നസ്സ, ഇമാം ഷാഫി നസ്സാക്കി പറയുന്നു, ഫീമൻ വക്കലബി നിക്കാഹി, നിക്കാഹ് ഏൽപ്പിച്ച ആളിൽ, അത് വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. സുമ്മല എതിരി, അങ്ങനെ നിക്കാഹ് ഏൽപ്പിച്ച ആള് പിന്നെ പറഞ്ഞ അവൻ അറിഞ്ഞിട്ടില്ല. അക്കാന വക്കാഖുബിൻ നിക്കാഹ് ബാദമ അഹ്റമ ഔ ഖബലഹു, ഇഹ്റാം കെട്ടിയ ശേഷമാണോ മുമ്പാണോ നിക്കാഹിന്റെ ഇടപാട് സംഭവിച്ചത് എന്നറിയുന്നില്ല. എന്താണ് വീണ്ടും പറയട്ടെ, മുമ്പ് പറഞ്ഞതുപോലെ ശരി തന്നെയാണ്, അടിസ്ഥാനപരമായിട്ട് അവൻ എന്തായിട്ടില്ല ഇഹ്റാം കെട്ടിയിട്ടില്ലല്ലോ. അഹ്റമ ബിൽ ഹജ്ജ്,